എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഹൃദയസ്തംഭനം ഉണ്ടായി എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. വിശദാംശങ്ങളുമായി കെ മധു ചേരുകയാണ്. മധു, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം, പുരോഗതിയുണ്ടോ? വിശദമായ എന്തെങ്കിലും വിവരങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാണോ? മോത്തി, രാവിലെ 11 മണിക്ക് ശേഷം വന്ന ആ മെഡിക്കൽ ബുള്ളറ്റിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എം.ടി. എന്ന് അതിൽ പറയുന്നു. ലഭ്യമാകുന്ന സാധ്യമാകുന്ന മുഴുവൻ സഹായങ്ങളും വൈദ്യ സഹായങ്ങളും ചെയ്തു കൊടുക്കാം അത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. ശനിയാഴ്ച രാത്രി ശ്വാസതടസ്സമുണ്ടായി. ഞായറാഴ്ചയാണ് എം.ടി. ആശുപത്രിയിൽ എത്തിച്ചത്. രാഹുൽ അന്നു മുതൽ തന്നെ ബേബി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണ്. രാഹുലെ, കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് വലിയ ആശങ്കയാണ് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ആരോഗ്യനില മെച്ചപ്പെട്ട് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ആരോഗ്യനില മെച്ചപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പം പറഞ്ഞതുപോലെ ഞായറാഴ്ച ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 11:15 ഏറ്റവും അവസാനമായി ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് ഉള്ളത്. ഹാർട്ട് ഫെയിലിയർ ആണുള്ളത്. അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം അത് കാര്യമായ പ്രശ്നത്തിലാണ്. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചികിത്സ നൽകി വരുന്നു എന്നതാണ്. അതിനെ പ്രത്യേകമായി ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകളും അതുപോലെ എക്സ്പേർട്ടുകളെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് നൽകി വരുന്നത്. അതുപോലെ ഇന്നലെയൊക്കെ നമ്മൾ ചോദിച്ച സമയത്ത് ഓക്സിജൻ്റെ അളവൊക്കെ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് കുറയുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ വൈറ്റൽ പാരാമീറ്റേഴ്സ്, ജീവനെ നിലനിർത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ അത് പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ഏതായാലും അത് നല്ല ആരോഗ്യവാനായി എം.ടിയെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷ. ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി നേരിട്ട് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചതാണ്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചോദിച്ച സമയത്തും പറഞ്ഞത് നമ്മളവരെ എം.ടിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് എം.ടി തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ്. ആ രീതിയിലുള്ള ചികിത്സയൊക്കെ നൽകി വരുന്നു. കൃത്യമായ സമയങ്ങളിൽ മെഡിക്കൽ ബുള്ളറ്റിനുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അറിയിക്കാം എന്ന് തന്നെയാണ് ആശുപത്രി പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത്. മോത്തി, അതുതന്നെയാണ് നേരത്തെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ.കെ. ശശീന്ദ്രനും പോയി കണ്ടിരുന്നു. ഇരുവരും പറഞ്ഞത് ഒരേ കാര്യമാണ്. ഇതേ കാര്യങ്ങൾ കൃത്യമായി ആരോഗ്യ നിലയിലെ പുരോഗതി അറിയിക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരശ്ശേരി മാഷ് നേരത്തെ കണ്ടിരുന്നു. എം.ടിയുമായുള്ള ദീർഘബന്ധം ഉള്ള കാരശ്ശേരി മാഷ് പറഞ്ഞത് മാഷെ തിരിച്ചറിഞ്ഞു എന്നാണ് കാരശ്ശേരി മാഷ് പറഞ്ഞത്. ഹരിഹരൻ ഇപ്പോൾ എം.ടിയെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എം.ടിയുടെ നമുക്കറിയാം, എം.ടിയുടെ സർഗജീവിതത്തിലെ നിർണായകമായ കൂട്ടുകെട്ട് എം.ടി. ഹരിഹരൻ ടീം അദ്ദേഹം എത്തിയിരിക്കുന്നു. എം.എൽ.എ. പ്രദീപ് കുമാർ ഇപ്പോൾ തന്നെ മുകളിലുണ്ട്. മുൻ എം.എൽ.എ. പ്രദീപ് കുമാർ, എം.ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന പ്രദീപ് കുമാർ. കോഴിക്കോടിൻ്റെ നമ്മൾ രാവിലെ 11 മണിക്ക് ഇവിടെ വന്നപ്പോൾ, മെഡിക്കൽ ബുള്ളറ്റിന് പിന്നാലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എം.ടിയുടെ വിവരങ്ങൾ അറിയാനായി കൂടുതൽ ആളുകൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോടിന് അത്രയ്ക്കും പ്രിയങ്കരനാണ് എം.ടി. എം.ടിക്കായുള്ള പ്രാർത്ഥനകളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഓരോരുത്തരും പറയുന്നത് കാരശ്ശേരി മാഷ് നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കഥയുണ്ട്, ഓർമ്മയുണ്ട്. അത് രണ്ടും തന്നെയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം. പ്രാണവായുവിൻ്റെ സഹായത്തോടെ ഓക്സിജൻ മാസ്ക് ധരിച്ചുകൊണ്ടാണ് എം.ടി കിടക്കുന്നത്. ശ്വാസതടസ്സമുണ്ട്. അതാണ് ഡോക്ടർമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഘടകം. പക്ഷേ അപ്പോൾ പോലും അതൊരു ന്യൂമോണിയയായി, കഫക്കെട്ടുണ്ട്, അത് ന്യൂമോണിയയായി മാറാതിരിക്കാനുള്ള ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം.ടി തിരിച്ചെത്തും എന്നുള്ള ആ ആത്മവിശ്വാസം ഡോക്ടർമാരും പുലർത്തുന്നുണ്ട്. ഡോക്ടർമാരുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ഡോക്ടർമാർ പറഞ്ഞതും ഇപ്പോഴത്തെ ഇതിന് ശേഷം തിരിച്ചെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്.